ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാനിൽ നമ്മൾ പണികളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ജോലി ഭാരമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്, പണികളൊക്കെ ഒന്ന് കിച്ചണിൽ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ടിപ്സും ട്രിക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലിഭാരം ഒരുപാട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് റമദാനിൽ നമുക്ക് കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമുക്ക് നിങ്ങൾ ചോദിച്ചിട്ടുള്ള എൻ്റെ ഉറൂട്ടി പൊടീൻ്റെ ആ ഒരു മിക്സ് നോക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് പൊന്നിയരി ആട്ടോ എടുത്തിട്ടുള്ളത്. അതായത് 3 കിലോ, ഞാനിപ്പോൾ മൊത്തം 5 കിലോ ആണ് പൊടിക്കുന്നത്. അതിൽ 3 കിലോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൊന്നി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പൊന്നി അരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ജയ അരിയില്ലേ, നിങ്ങളുടെ ഭാഗത്ത് ഏതാണോ കിട്ടുന്നത് അതെടുക്കുക, ജയ അരി എടുക്കുക. ഇനി അതല്ലെങ്കിൽ റേഷൻ അരി ഇല്ലേ, അതെടുക്കുക. പെട്ടെന്ന് വേവുന്ന, ഇനിയിപ്പോൾ റേഷൻ അരി ഇല്ലെങ്കിൽ പെട്ടെന്ന് വേവുന്ന ഏതരി വേണമെങ്കിലും, നല്ല കളറുള്ള ഏതരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് എടുക്കുക. അതിലേക്ക് 2 കിലോ പച്ചരി അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. റൊട്ടി പൊടി ഉണ്ടാക്കൂലേ, അതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇന്ന് തന്നെയാണ് ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ വേറെ രീതിയിലൊക്കെ നമ്മളിത് ചെയ്യാറുണ്ട്. പലരും പല രീതിയിലാണ് റൊട്ടീൻ്റെ പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. പല അരി വെച്ചിട്ടും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി അരച്ചിട്ട് അതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് അതാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഒരു പൊടി നമ്മൾ ഒറോട്ടി അല്ലെങ്കിൽ ടയർ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ കല്ലുമക്കായൊക്കെ ഉണ്ടാക്കില്ല, അത് നെയ്പ്പത്തിരിക്ക്, എന്താ പറയുക, കക്കറോട്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കില്ലേ, അതിനായിട്ടൊക്കെ മീൻപത്തലൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു 3 കിലോ അരിക്കാണ് നമ്മൾ 2 കിലോ പച്ചരി എടുത്തത് കേട്ടോ. പച്ചരി കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റി വെക്കാം നമ്മളിത് വെള്ളത്തിൽ കുതിരാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാൻ കഴുകി അതുപോലെ അങ്ങ് ഊറ്റാൻ ഇടുന്നതാണ്. അല്ലാണ്ട് നമ്മൾ വെള്ളത്തിൽ 5 മിനിറ്റ് പോലും വെച്ചിട്ടില്ല. അപ്പോൾ ഊറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ വെള്ളമൊക്കെ വാർന്നു വരട്ടെ. ഇനി അത് ഞാൻ കാണിച്ചത് ഒറോട്ടിക്ക് അല്ലെങ്കിൽ ടയർ പത്തിരിക്കുള്ള അരിയാണ് കേട്ടോ. ഇനി ഇത് വെറും പച്ചരിയാണ് കേട്ടോ. ഇത് നമ്മൾ നൈസ് പത്തിരിക്കുള്ള അരിയാണ് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് ഞാനല്ലേ പച്ചരി മാത്രമാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. കഴുകിയിട്ടാണ് കുതിരാൻ വേണ്ടി വെച്ചത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഇത്രയും സമയം ഇത് വെള്ളത്തിലായിരുന്നു. പുളിച്ചു പോകുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒന്നും പേടിക്കേണ്ട. നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. നല്ല അടിപൊളി പത്തിരിയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ കുതിർത്താലും മതി. പക്ഷേ ഒരു പെർഫെക്റ്റ് റൈസ് നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെയാണ് കേട്ടോ. നല്ല നൈസ് പത്തിരിയേക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് രാവിലെ ഇതിങ്ങനെ ഊറ്റാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഊറ്റുകൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 ഊറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ വെക്കാട്ടോ. നന്നായിട്ട് വെള്ളം പോയിക്കോട്ടെ. എന്നിട്ട് ഇത് മൊത്തം ഞാൻ ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് പോയിക്കോളും. ഇനി ഇത് നമ്മൾ എന്തെങ്കിലും കവറിലോ അല്ലെങ്കിൽ നമ്മൾ അരിയിടുന്ന ബക്കറ്റിലോ ആക്കിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയക്കുകയാണ് ചെയ്യുക. അതായത് നമ്മൾ ഉണക്കുന്നില്ല കേട്ടോ. പച്ചരി അങ്ങനെ തന്നെ നമ്മൾ ബക്കറ്റിലിട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലൊരു കവറിലിട്ടിട്ട് കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒറോട്ടീൻ്റെ ആണേ.
ഈ അരി ഇടുന്നത്. നന്നായിട്ട് വെള്ളം അതിൽ വാർന്നു പോയതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ വെച്ചോട്ടോ, നന്നായിട്ട് അങ്ങ് പോയിക്കോട്ടെ, ഞാൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇതാ കവറിലാക്കി, ഒട്ടും വെള്ളമില്ല കേട്ടോ, വെള്ളത്തിൻ്റെ അംശമേ ഇല്ല. ഇത് കവറിലാക്കിയിട്ട് നമ്മൾ പൊടിക്കാൻ വേണ്ടി കൊടുക്കുക. റോട്ടിക്ക് പൊടിക്കുന്ന നല്ല ഫൈന് പൗഡർ പോലെ ആക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. നൈസ് പത്തിരിക്ക് നമ്മൾ ചെയ്യുന്നതാ ഇത് ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നൈസ് പത്തിരിക്ക് എന്ന് പറഞ്ഞിട്ട് പൊടിപ്പിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈസ് പത്തിരിക്ക് നമ്മൾ വറുത്തിട്ട് വാങ്ങും കേട്ടോ, അതുകൊണ്ടാണ് നമ്മളിത് ഉണക്ക് ഒന്നും ചെയ്യാത്തത്. അതായത് നമ്മൾ ഒറോട്ടിപ്പൊടിയില്ലേ, അത് വറുക്കൊന്നും ചെയ്യരുത്, നൈസായിട്ട് പൊടിക്കാൻ മാത്രം പറഞ്ഞാൽ മതി. മറ്റേത് പൊടിച്ചിട്ട് വറുത്തിട്ടാണ് നമുക്കവർ തരിക, കുതിർത്തത് കൊണ്ട് വറുത്തിട്ടാണ് തരിക. മറ്റേത് നമ്മൾ കുതിർത്തൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് വറുക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ നൈസ് പത്തിരിക്കും നല്ല നൈസായിട്ട് നല്ല പൗഡർ ഫോമിലാണ് നമുക്ക് പൊടിച്ച് കിട്ടുക. ഇതിപ്പോൾ ഇതാ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അരിയൊക്കെ പൊടിയൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ, അത് കണ്ടോ, നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടിക്കണം. നമുക്ക് എത്ര ഒരു എന്താ പറയുക, ഒരു 5-6 മാസം വരെ ഇത് കേടുകൂടാതെ തന്നെ ഇരുന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമൊന്നും വരില്ല. ഒട്ടും വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വറുക്കരുത് കേട്ടോ, മറന്നു പോകരുത്, വറുത്തു പോകരുത്. പിന്നെ ഇതാ നമ്മുടെ നൈസ് പത്തിരിൻ്റെ പൊടി. അപ്പോൾ ഇത് വറുത്തിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ ഇത് വറക്കുന്നത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാടാണ് കേട്ടോ അത് കാര്യം. നമ്മളെ ഉമ്മമാരൊക്കെ ചെയ്യുന്ന കാണാം, അരി മില്ലിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ വറുക്കുന്നത്. അതിൻ്റെ ഒരു പാകം ഒരു പൗഡർ ഫോമിലേക്ക് എത്തണം. അതിൻ്റെ മുന്നൊക്കെ ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ചു പോയാൽ ഭയങ്കര പണി കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളിപ്പോൾ മില്ലിൽ അതൊക്കെ റെഡിയാക്കി തരും. അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചാൽ മതി. വറുത്തിട്ട് വാങ്ങാം നൈസ് പത്തിരിക്ക്, മറന്നു പോകണ്ട. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പൊടി സെറ്റാക്കി വെച്ചോ കേട്ടോ. കുറഞ്ഞ അളവിൽ റൊട്ടിക്കൊക്കെ ആദ്യമായിട്ട് പൊടിക്കുന്നവരാണെങ്കിൽ കുറഞ്ഞ അളവിൽ, നിങ്ങളുടെ മില്ലിൽ എത്രയാണ് കുറഞ്ഞ അളവിൽ പൊടിച്ച് കിട്ടുക ആ ഒരു അളവിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എൻ്റെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ വലിയ ജീരകം, ചെറിയ ജീരകം, കടുക്, ഇതൊക്കെ ഞാൻ ഉലുവ ഈ ഒരു നല്ല വെയിലുള്ള ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ കഴുകി ഉണക്കിയിട്ട് പൊടിക്കാനുള്ളത് പൊടിക്കും. അല്ലാത്തത് നമ്മൾ കുറേ നാളത്തേക്കുള്ളത് ഇങ്ങനെ കഴുകി എടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴുകാതെ ഡയറക്റ്റ് ഉപയോഗിക്കേണ്ടി വരില്ല, കല്ലും കാര്യങ്ങളൊന്നും നമ്മളെ ഫുഡിൽ വരില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ആ ഒരു, ഞാനിപ്പോൾ ഊറ്റാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ, കഴുകിയിട്ട് അങ്ങനെ അരിപ്പയിലിട്ടു ഇതാക്കൊണ്ടത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഞാൻ ലെയർ ചെയ്ത് കൊടുക്കുന്നത്. എന്നാലും ഭയങ്കര വെയിലും ചൂടും ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇനി മസാലപ്പൊടികൾ, പിന്നെ വലിയ ജീരകം, അതുപോലെ തന്നെ ഉലുവ, ബിരിയാണി മസാല, അങ്ങനത്തതൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് പൊടിച്ച് വെക്കൽ. അതും കൂടെ ഒക്കെ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് കഴുകി ഉണക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴുകാണ്ട് യൂസ് ചെയ്യുമ്പോൾ അതിലെ മണലും എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കീടനാശിനിയും എല്ലാം നമ്മളിങ്ങനെ അടിച്ചിട്ട് കിട്ടുന്നതാണല്ലോ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ എല്ലാം തന്നെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകിയാൽ അതൊക്കെ ഒരു നമുക്കൊരു സമാധാനം, ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തു കഴിയുമ്പോൾ. പിന്നെ ഈ ഒരു വെയിലിൻ്റെ സമയത്തല്ല നമുക്ക് അതിനൊക്കെ പറ്റുള്ളൂ. പിന്നെ മഴ, മഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനത്, നോമ്പാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഈ ഒരു നല്ല വെയിലുള്ള സമയം അങ്ങനെയാണ്. ഇനിയിപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഒന്ന് ഈസി ആയിട്ടുള്ളൊരു മീൻ കറിയും അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യണം, ഒരു ഉപ്പേരി, ഇങ്ങനെ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെ ഒരാഴ്ച മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെറിയൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഞാനൊരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ, ആഷ്മി ഫിറ്റ്നസ് ചാലഞ്ച്. അവരുടെ ഒരു 7 days ചാലഞ്ചിൽ ഞാൻ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി റമദാനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ബോഡിയൊക്കെ ഒന്ന് സെറ്റാകാനും വേണ്ടിയിട്ട് ഞാനതിലൊരു 7 days ചലഞ്ചിൽ ജോയിൻ ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ അവരുടെ ഒരു എന്താ പറയുക, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ. കാര്യം എല്ലാം കഴിച്ചിട്ട്, ചോറും മീൻ പൊരിച്ചതും അങ്ങനെ എല്ലാം കഴിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ഡയറ്റിംഗ് ആണ് കേട്ടോ അവർ പറയുന്നത്. ചില ഈ ഡയറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ കാണാൻ വെറും ചിക്കൻ കഴിച്ചിട്ട് അല്ലെങ്കിൽ വെറും സാലഡ് കഴിച്ചിട്ട്, അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാനും ഇടയ്ക്ക് അറിയാമല്ലോ, ഞാനൊരു ഇതിലും ജോയിൻ ആവാതെ തന്നെ
ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ തന്നെയാണ്, ശരിക്കും ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡയറ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇവരുടെ ഈ ഒരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതി, നമുക്കൊരു റിസ്ക് ഇല്ലാത്ത രീതിയിൽ ആണ് എനിക്ക് അവരുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. എന്താ പറയുക, ഒരാഴ്ച എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോഡിക്കൊക്കെ നല്ലൊരു സുഖം, നല്ലൊരു എന്താ പറയുക, കറക്റ്റ് ഒരു നമുക്ക് തന്നെ അത്, നിങ്ങൾക്ക് തന്നെ അത് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും. പിന്നെ ഞാനൊരാഴ്ച നോക്കിയിട്ട് റിസൾട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ഡയറ്റ് ചെയ്യുന്നത് കാണിച്ചു. പക്ഷേ കാര്യങ്ങൾ ആരതാണ് എന്താണ് എന്നൊക്കെ ഞാൻ പറയാണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് ഞാനത് പറയാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല അവരിപ്പോൾ ഞാൻ 7 days ഫിറ്റ്നസ് ചാലഞ്ചിലാണ് ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. അവരിപ്പോൾ റമദാൻ 1 മുതൽ റമദാൻ 30 വരെ അവർ ഒരു റമദാൻ ചാലഞ്ച് നടത്തുന്നുണ്ട് കേട്ടോ. റമദാനിൽ എന്തിനാണ് ഡയറ്റിംഗ് എന്ന് നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. കാര്യം റമദാനിൽ ചിലരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇനി നോമ്പെടുത്താലും കൊളസ്ട്രോൾ കൂടിയിട്ട് ഷുഗർ കൂടിയിട്ട് വെയിറ്റ് കൂടുന്നവരുണ്ട്. അത് ചിലർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു ഫുഡും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കഴിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവർ നമുക്ക് പറഞ്ഞു തരിക. പിന്നെ ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ടാണെങ്കിലും നമ്മുടെ സമയത്തിനനുസരിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഇവരുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെയാണ് ഇവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഓരോ കാര്യവും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എപ്പോഴും നമ്മളെ കൂടെ ഇവരുണ്ട് കേട്ടോ. നമ്മളെ കൂടെ ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മടിച്ച് ഇട്ടിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോഴത്തേക്കും ഇവർ നമ്മൾ മോട്ടിവേഷനായിട്ട്, ഈ ആശ്മിയുടെ മോട്ടിവേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ അതിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട്, അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രക്കും നമ്മളതിലിങ്ങനെ കറക്റ്റായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ, ഇപ്പോൾ നമ്മൾ റമദാനിലാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഫുഡ്, എല്ലാ ഫുഡും പത്തിരിയും ഇറച്ചിക്കറിയും എല്ലാം കഴിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു ഡയറ്റ് പ്ലാൻ കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അവരെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആശ്മി ഫിറ്റ്നസ് ചാലഞ്ച് കേട്ടോ, ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനും പിന്നെ കമൻറ്റായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നോമ്പിനൊക്കെ ശരിക്കും നിങ്ങൾക്ക് ഒരു 10 കിലോ വരെ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, കറക്റ്റായിട്ട് ജോയിൻ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അതൊരു ഹെൽത്തി ഡയറ്റിങ്ങും കൂടാണ് കേട്ടോ. അതാണ് ഞാൻ ഇത്രയും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ വയനാട്ടുകാരി തന്നെയാണ് കേട്ടോ ആശ്മി. പിന്നെ 30 days റമദാൻ ചാലഞ്ച് റമദാൻ 1 മുതൽ 30 വരെ ആണ്. ഗ്രൂപ്പ് ട്രെയിനിങ്ങോ പേഴ്സണൽ ട്രെയിനിങ്ങോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചീപ്പ് റേറ്റ് ആണ്. പിന്നെ ഗുഡ് സർവീസാണ് കേട്ടോ. PCOD ഉള്ളവർക്കും PCOS ഉള്ളവർക്കും ഒക്കെ യൂസ്ഫുൾ ആവും കേട്ടോ. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, പിന്നെ ഫീഡിങ് മദേഴ്സ്, കിഡ്സ്, പിന്നെ ഒരു ഫങ്ഷൻസ് അങ്ങനെ ഒക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം, പക്ഷെ അതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വരെ നമുക്കവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാന് ഇതാണ് കേട്ടോ. എൻ്റെ ഒരു ലഞ്ച് ചോറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഉപ്പേരിയുണ്ട്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണി നടത്തിയത് കേട്ടോ. വെയിറ്റ് ലോസ് ചാലഞ്ച് നടത്തിയത് ഒരു 1 വീക്കായിട്ട്. ഇതിപ്പോൾ ഞാൻ ഡെയിലി കഴിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരിക്കലും ഒരു ഫുഡ് കഴിക്കാതെയുള്ള ഡയറ്റല്ല നമുക്കിവർ പറഞ്ഞു തരുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് വെയിറ്റ് ലോസിന് പറ്റും. പിന്നെ ജോയിൻ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കേട്ടോ. 15,000-ഓളം ക്ലയൻസിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള, നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ 4 വർഷമായിട്ട് ഇവർ ഈ ഒരു ഇത് തുടങ്ങിയിട്ട് അത്രയും എന്താ പറയുക, സെലിബ്രിറ്റീസിനും ഒക്കെ ഇവർക്ക് എന്താ പറയുക, ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് നിരാശപ്പെടേണ്ടി വരില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ.
അപ്പോൾ എൻ്റെ ലഞ്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മസാല ബോക്സ് ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങളൊക്കെ കിച്ചണിൽ ഭയങ്കര ഈസി ആവും കേട്ടോ. കുക്കിംഗ് നല്ല ഈസിയാവും. എനിക്ക് പറയാനുള്ളത്, ഈ ജോലിക്കൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക്, അവർക്ക് ക്ലീനിങ്ങിനും അതുപോലെ തന്നെ കുക്കിങ്ങിനൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് വേഗം കുക്ക് ചെയ്ത് തീർക്കുക. എല്ലാവർക്കും അങ്ങനെ തന്നെ, പക്ഷേ ഇവർക്ക് പ്രത്യേകിച്ച് തീർക്കുക എന്നുള്ളൊരു അത്ര ഒരു ടൈമേ അവർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു മസാല ബോക്സ് ഇല്ലേ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു 2 മസാല ബോക്സ് നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ നമ്മളെ എല്ലാ ഐറ്റവും നമ്മളെ കയ്യിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് ഒന്ന് നന്നായിട്ട് പൊടിച്ച് എടുത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഗരം മസാലയല്ലേ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള, അപ്പോൾ അതൊക്കെ ഞാൻ 10 ഗ്രാം അളവിൽ എല്ലാം അളന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക, ഒരു ജാതിക്ക, ജാതിപത്രി, തക്കോലം, ഇത്രയും ഐറ്റംസ് നമ്മളിതാ എല്ലാം 10 ഗ്രാം വീതം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5 ഗ്രാം ആണെങ്കിൽ 5 ഗ്രാം വീതം എടുക്കുക. അത്രയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് നന്നായിട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കളർ ചേഞ്ച് ആയി പോകരുത് കേട്ടോ. അതിൻ്റെ മുമ്പേ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊള്ളണം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഭയങ്കര ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മൾ കുരുമുളക് പൊടിക്കുമ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് ഇങ്ങനെ പാറിപ്പോകുന്ന രീതിയിലുള്ള അങ്ങനെ ആക്കിയിട്ട് പൊടിക്കരുത് കേട്ടോ. കാര്യം കുരുമുളകായാലും നമ്മൾ ബിരിയാണി മസാല ഒക്കെ ആണെങ്കിലും ആ ഒരു പൊടിയേക്കാളോ ടേസ്റ്റ് ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വ്യത്യാസം, നിങ്ങൾ അങ്ങനെ 2 രീതിയിൽ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമേ. ഇനിയിപ്പോൾ നമ്മൾ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നില്ലേ കടുക്, വലിയ ജീരകം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ മസാലയാണെങ്കിലും ഇപ്പോൾ മുളക് പൊടിയാണെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെങ്കിലും ഇപ്പോൾ വെളിച്ചെണ്ണ അങ്ങനത്തെ എന്താണെങ്കിലും നമ്മൾ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഓയില്, വെളിച്ചെണ്ണ അങ്ങനത്തെ ഒക്കെ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തീർന്നു, നമുക്ക് എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും ആ ഒരു സമയത്ത്. മാത്രമല്ല ആ ഒരു സമയം കൂടെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് തീരുന്നതിനനുസരിച്ച് ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മസാല ബോക്സ് ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാട്ടോ. കുറേ ഭരണികളും കുപ്പികളും കഴുകി വെക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു 2 എണ്ണം ഇങ്ങനത്തെ ഐറ്റംസ്, ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, കടുക്, ഉലുവ, അങ്ങനത്തെതെല്ലാം ഒരു ബോക്സിലിട്ട് വെക്കുക. ഒന്നിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ് ഒരു ബോക്സിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ 2 ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ മസാലസും നമ്മളെ കയ്യിലുണ്ടാവും. മാത്രമല്ല നമ്മളിപ്പം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബോട്ടിൽസ് ക്ലീൻ ചെയ്യാൻ നിൽക്കാതെ ഈ 2 പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മളെ അങ്ങനത്തെ പണികൾ കഴിഞ്ഞു അല്ലേ. അതാ ഞാൻ പറഞ്ഞേ, കുക്കിങ്ങും ക്ലീനിങ്ങും രണ്ടും ഒരുപോലെ നല്ല ഈസി ആക്കുന്നൊരു സംഭവമാട്ടോ അത്. അപ്പം അങ്ങനെ മടിയുള്ളവർക്ക് കുറേ ബോട്ടിലൊന്നും വേണ്ട, കുറേ ബോട്ടിലൊക്കെ കഴുകാൻ പാടാ, അങ്ങനെ തോന്നുന്നവർക്ക് ഒന്നുകൂടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കട്ടെ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് വെച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, കടുക്, ഉലുവ ഞാൻ കഴുകി ഉണക്കി വെച്ചത് ഉണ്ടായിരുന്നു. അതിന് തീർന്നു പോയതുകൊണ്ട് കുറച്ച് നേരത്തെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാനൊരു വേറൊരു ബോട്ടിലാക്കിയിട്ട്, എയർടൈറ്റ് ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ ചെയ്യുക. ഒരു 10 ഗ്രാം കൂടുതലൊന്നും നിങ്ങൾ പൊടിച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരുപാട് പൊടിച്ച് വെക്കണ്ട, എന്നാലും ഒരു 10 ഗ്രാം വരെ നമുക്ക് പൊടിച്ച് വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിക്കലൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ അത്രയൊക്കെ നമുക്ക് പൊടിച്ചെടുത്ത് വെക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് കുറേ പേര് ചോദിക്കലുണ്ട് ഈ മസാല ബോക്സ് എവിടെ നിന്നാണ്. ഞാനിത് കണ്ണൂർ നിക്ഷാൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുറേ ഞാനിതിന് നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലാണ് കേട്ടോ ഏലം, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു ബോക്സാണത്. ഇതിലിട്ട് വെക്കും. ഇതിൽ നിന്ന് ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്.
അപ്പോൾ ഇതിൽ തീരുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങുക കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മൾ മന്തിയിലേക്കൊക്കെ എടുക്കുന്ന ഈ ഉണങ്ങിയ നാരങ്ങ, അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ, അതൊക്കെ. അപ്പോൾ ഇതിന് ഇതുപോലത്തെ ഒരു ചെറിയ ബോക്സ് ഉണ്ടെങ്കിൽ അതും സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭംഗിയുള്ള ഭരണികളും പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അല്ലാതെ നമ്മൾ കിച്ചണിലെ പണികളൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മസാല ബോക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് കേട്ടോ ഞാൻ പറയുള്ളൂ. ഇനി കുറച്ച് മുഴുവനേയുള്ള കുരുമുളക്, അതും കൂടെ ഞാനൊരു ബോട്ടിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മന്തി അങ്ങനെ ചില ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ മുഴുവനേയുള്ള കുരുമുളക് എടുക്കൂലേ, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും യൂസ് ചെയ്യും. അതൊക്കെ നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് കുരുമുളക് പൊടി ഇല്ല എന്ന് പറയുമ്പോൾ അത് എടുക്കാൻ പോകലും അത് പൊടിക്കലും ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുന്നുണ്ട്. വല്ലപ്പോഴും ഇങ്ങനെ തീർന്നു പോവുള്ളൂ. പ്രത്യേകിച്ച് റമദാനൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിച്ചണിലേക്ക് ചിലർ ചോദിക്കലുണ്ട്, ഇത്ര സമയം കൊണ്ട് എങ്ങനെയാണ് അത്ര വേഗം ജോലി തീരുക. ചിലപ്പം ഞാൻ വീഡിയോ ഒന്നും, അതായത് ഇപ്പോൾ യൂട്യൂബൊന്നും എടുക്കുന്നില്ലെങ്കിൽ ഒരു 5 മണി 5:30 ഞാൻ കിച്ചണിലേക്ക് വരും കേട്ടോ. കാര്യം എനിക്ക് കുറേ സമയം ഇങ്ങനെ കിച്ചണിൽ നിൽക്കൽ ഇഷ്ടമല്ല. പക്ഷേ അതിനെ എൻ്റെ പാചകത്തിന് എളുപ്പമാക്കാനുള്ള ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ to Z കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികൾ കാര്യങ്ങളെല്ലാം നമ്മളെ കയ്യെത്തുന്ന ആ ഒരു രീതിയിൽ എല്ലാം സെറ്റാക്കി പൗഡറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് എന്നെ കുക്കിങ്ങിൽ എനിക്ക് സമയം ലാഭമാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഈസി കുക്കിങ്ങിലേക്ക് എന്നെ സഹായിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്നും ഞാൻ പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കയ്യിലുള്ളതൊക്കെ യൂസ് ചെയ്ത് തീരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കിയിട്ടൊന്ന് ഫില്ല് ചെയ്യട്ടെ. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ എത്ര കാലം വെക്കാൻ പറ്റും, ഇത്രയൊക്കെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 വർഷം നല്ല സുഖമായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് കുറച്ച് വാങ്ങുന്നതിനേക്കാളും കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാം. നമ്മൾ ഈ എന്താ പറയുക, കൂടുതലും ഈ മസാലപ്പൊടികളിലാണ് കെമിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാത്തതൊക്കെ നമ്മൾ എന്തായാലും അല്ലാത്തതൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരും. ഇതൊക്കെ നമ്മൾ മുളകൊക്കെ വാങ്ങി മല്ലിയൊക്കെ വാങ്ങി നമുക്ക് പറ്റുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കട്ടോ നല്ലത്. നമ്മൾ ഈ ചെറിയ ബോട്ടിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഇനി യൂസ് ചെയ്യുക. ഇത് തീരുമ്പോൾ നമ്മൾ വലിയ ബോട്ടിൽ എടുക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ എന്നും ആ വലുതെന്ന് നമ്മൾ എടുക്കരുത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ആ ഡൗട്ട് ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സുഖമായിട്ട് നമുക്ക് 1 വർഷം വരെ നല്ല കേടൊന്നും കൂടാതെ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് മഴ വരുന്ന ഉണങ്ങാൻ പറ്റാത്ത കാലാവസ്ഥയൊക്കെ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വെയിലുള്ള സമയത്ത് നമ്മൾ ഇങ്ങനത്തൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഏകദേശം മസാലപ്പൊടികൾ കാര്യങ്ങൾ എല്ലാം റെഡിയായി. ഗ്രാമ്പു എൻ്റെ അടുത്ത് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രാമ്പു സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്തത്. പട്ട പിന്നെ നമ്മളെ വീട്ടിൽ ഉണ്ട്, പട്ടേൻ്റെ മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടായിരുന്നു, പക്ഷെ ഗ്രാമ്പു ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങി അതും ഒന്ന് ഫില്ല് ചെയ്തു. അപ്പോൾ ഇനി ഒറോട്ടി പൊടി ഞാൻ കാണിച്ചു. നിങ്ങളത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നമ്മൾ ആ പൊടി വെച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ടയർ പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നൈസ് പത്തിരി നിങ്ങൾക്ക് പരത്തി വെച്ചിട്ട് എന്താ പറയുക, കൂടുതൽ പരത്തി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും എന്നും പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ ചെയ്യാം. ഇനിയിപ്പോൾ അല്ലേ ഇത് വേറൊരു എന്താ പറയുക ഒരുക്കി വെക്കുന്നൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് നോമ്പിന് അച്ചാറിടൽ നിർബന്ധമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇട്ടാൽ പിന്നെ അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മളെ വീട്ടിലെപ്പോഴും പുളിയുള്ളൊരു അച്ചാറും മധുരമുള്ളൊരു അച്ചാറും എന്തായാലും നിർബന്ധമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മുന്തിരിയില്ല, ഇപ്പോൾ
സീസണാണ് കേട്ടോ. ഈ ഒരു മുന്തിരീൻ്റെ ബ്ലാക്ക് മുന്തിരി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. കുറച്ച് ഈത്തപ്പഴം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മുന്തിരിയാണ്, ബ്ലാക്ക് ഗ്രേപ്സ്. അപ്പോൾ അതൊന്ന് കുരു ഇല്ലാത്തതാണ് കേട്ടോ, ഇത് കുരു ഇല്ലാത്തത് എടുക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട്, അല്ലാണ്ടല്ല എന്നാലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആപ്പിൾ ഒന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന്, ഈത്തപ്പഴം ഒരു അലിഞ്ഞ ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടില്ല, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് കൂടുതൽ സമയം കൂടെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഗ്രേപ്സൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കട്ടെ. നിങ്ങൾക്ക് ബ്ലാക്ക് ഗ്രേപ്സിന് പകരം ഗ്രീനില്ലേ അതെടുക്കുക, ആപ്പിളിന് പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ എടുക്കുക. അങ്ങനെ നിങ്ങളെ കയ്യിലുള്ള ഐറ്റംസിന് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാട്ടോ. ഈ ഒരു രീതിയിൽ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ട് അച്ചാറിടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, വേറെ തന്നെ ടേസ്റ്റാണ്. പൈനാപ്പിൾ ചേർക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാനെല്ലാം കട്ട് ചെയ്തു. ഇതിലേക്കൊരു 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാന് വെച്ച് കൊടുത്തു. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കുക, ഓയിൽ എടുക്കുക, ഒന്നും കുഴപ്പമില്ല. ഒരുപാട് എണ്ണ ഞാൻ എൻ്റെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് പൊടി ചേർത്ത് കൊടുക്കുക, അതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂൺ മതി. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആയി ഗോൾഡൻ കളറിലേക്കൊന്നും പോവരുത്, എന്നാൽ അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്ന ആ ഒരു രീതിയിലൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത്രയും മതി. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള പിക്കിളാട്ടോ. നമുക്ക് ബിരിയാണീൻ്റെ കൂടെ മന്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്കില്ലേ ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്, സാധാ ചില്ലി പൗഡർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എത്ര എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ സാമ്പാർ കായമില്ലേ അതാണ് കേട്ടോ, അത് കട്ടയാണെങ്കിലും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പൗഡറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്, അതിട്ട് കൊടുത്തു ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മുളക് പൊടി ഒരിക്കലും കരിഞ്ഞു പോകരുത്. ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ അച്ചാറിൻ്റെ എല്ലാ ടേസ്റ്റും പോയി പോകും. എന്നിട്ട് ഫസ്റ്റിൽ നമ്മൾ ഈത്തപ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക, അത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ മുളക് പൊടി കരിഞ്ഞു പോകില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈത്തപ്പഴം അലിയുന്നൊരു തരം ഈത്തപ്പഴമായിരുന്നു കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതങ്ങ് വെന്ത് റെഡിയായി വന്നോളും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഒന്ന് റെഡിയായി ഈത്തപ്പഴക്കൊന്ന് അരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആപ്പിളും ഗ്രേപ്സും ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കാക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ ഫസ്റ്റിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നില്ല, ആ ഒരു സമയത്തെ നമ്മൾ കുക്കാക്കുന്നുള്ളൂ. അതിന് ശേഷം നമ്മളെ ഫ്രൂട്ട്സ്, ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അല്ലാണ്ട് ഇട്ടിട്ട് തിളപ്പിച്ച് വേവിച്ച് ആ ഒരു രീതിയിലേക്ക് എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റ് അങ്ങ് പോയിപ്പോവും. ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതില്ലേ ഒന്ന് ആവി കയറിയാൽ മതി. ഈ ആപ്പിളിൻ്റെയും ഒക്കെ ഒന്ന് ചൂടായിട്ടുള്ളൊരു ആവി കയറൂലേ, ആ ഒരു രീതിയിൽ മതി കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഭയങ്കര ടേസ്റ്റുള്ളൊരു അച്ചാറാണേ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ആവി കയറി വന്നു, അത്രയും മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഇട്ടിട്ട് വരട്ടി എടുക്കേണ്ട കാര്യമില്ല. ഇത്രയും ടൈറ്റിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറ്റായിട്ടുള്ള ഗ്രേപ്സ് ആണ് ഇട്ട് കൊടുത്തത്, അതുപോലെ തന്നെ ആപ്പിളുമാണ്. അതിൽ നിന്ന് ചെറിയൊരു നനവ് ഇറങ്ങിയിട്ട് അതൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ അത്രയും മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിയില്ലേ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഉലുവയും എന്നിട്ട് അത് പൊടിച്ചത് ചേർത്തു. എൻ്റെ അടുത്ത് ഉലുവാപ്പൊടി ഉണ്ടായിരുന്നേ, ഞാൻ കടുക് മാത്രമാണ് സെപ്പറേറ്റ് പൊടിച്ചത്. ഉലുവയും രണ്ടും കൂടെ ഓരോ ടീസ്പൂൺ വീതം എടുത്തോ. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടെ 1 ടീസ്പൂൺ മതി. കടുകും ഉലുവയും കൂടെ ചേർത്തത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കുറച്ച് സമയം വെച്ചപ്പോൾ ആ ഒരു ഗ്രേപ്പിൽ നിന്നൊക്കെ കുറച്ചൊരു വെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഞാനിനി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടിപൊളി പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സഡ് ഫ്രൂട്ട്
പിക്കിള് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. നല്ല എളുപ്പത്തിലുള്ളൊരു അച്ചാറാണ് കേട്ടോ കാണിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു 3 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, മാങ്ങയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ, എത്രയാണോ എടുക്കേണ്ടതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എനിക്ക് ഒരുപാട് അങ്ങനെ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരളവൊന്നും ഞാൻ പറയുന്നില്ല. 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ പോലത്തെ തന്നെ കായപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്തു. കായത്തിൻ്റെ കട്ടയാണെങ്കിൽ ഈ സമയത്ത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കണേ, നല്ല ടേസ്റ്റാട്ടോ. ഇത് ചേർത്ത് കൊടുത്താൽ അച്ചാറിന് നല്ല ടേസ്റ്റ് കൊടുക്കും. നമ്മളിതിലേക്ക് അച്ചാർ പൊടി കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കായം അതുപോലെ തന്നെ കടുകും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് അച്ചാർ പൊടി ചേർക്കുന്നതിനേക്കാളും ഇഷ്ടം മുളക് പൊടി ചേർത്ത് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. നിങ്ങൾ ചെയ്ത് നോക്ക്. ഇനി ഇതാ അതിലേക്കുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് എത്രയാണോ മാങ്ങ ഉള്ളത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മസാല ചേർത്ത് കൊടുത്താൽ മതി. മുളക് ഒരിക്കലും കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തോട്ടോ. ആ എണ്ണ ചൂടായി കിടക്കുമ്പോൾ അതിൽ നിന്ന് വേഗം ഒന്ന് മൂത്ത് വന്നോളും. അത്രയും മതി കേട്ടോ, ഒരുപാട് കരിഞ്ഞു പോകരുത്. പെട്ടെന്ന് കരിഞ്ഞു പോവുകയെ മസാല ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത മാങ്ങ മൊത്തത്തിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ മാങ്ങയിൽ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് പെരക്കി വെക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം തന്നെ മാങ്ങ ഇട്ടു, അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ഈ ഒരു മാങ്ങ അച്ചാറില്ലേ അപ്പം തന്നെ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 2 അച്ചാറും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇതാ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിനാഗിരി സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയും തിളപ്പിച്ചാറിയ വെള്ളവും സമം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വിനാഗിരി മാത്രമായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ രണ്ടും കൂടെ സമം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 2 ആഴ്ച നിങ്ങൾക്ക് പുറത്ത് വെക്കാനുള്ള അച്ചാറേ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അത് മറന്നു പോകരുത്. ഞാനിപ്പോൾ പുറത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ആ ഒരു അളവിൽ വിനാഗിരി മാത്രമാണ് ചേർത്ത് കൊടുത്തുള്ളത്. കാര്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ. കാര്യം ആ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മധുരമൊന്നും മുന്നോട്ട് നിൽക്കുകയൊന്നുമില്ല, പുളിപ്പന്നെയാണ് ഉണ്ടാകുക. പക്ഷേ നല്ല ടേസ്റ്റ് വരും കേട്ടോ. അത് ചേർത്ത് കൊടുത്താൽ ആ ഒരു അച്ചാറിൻ്റെ ലുക്കേ മാറിപ്പോവും. ഇത് കണ്ട, അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നുമില്ല, ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിള വന്നാൽ മതിയേ. നമ്മൾ തിളപ്പിക്കുന്ന മാങ്ങ വേവിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. നമ്മളെ 2 അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ അച്ചാർ രണ്ടും തണുത്ത് വന്നപ്പോൾ ഞാനതൊന്ന് കുപ്പിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത് ഇത് പിറ്റേ ദിവസം ഞാൻ ഭരണിയിൽ ആക്കി വെക്കുന്നതാണ്. നല്ല ഉണങ്ങിയിട്ടുള്ള ക്ലീനായിട്ടുള്ള ബോട്ടിലേക്ക് ആക്കി വെക്കുക. ഞാനിപ്പോൾ ഇത് രണ്ടും വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഫ്രൂട്ട്സിൻ്റെ പിന്നെ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് 2 ആഴ്ച വരെ പുറത്ത് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. കുറേ അധികമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സാണ്, മാങ്ങ പോലെ പുളിയുള്ള ഐറ്റംസ് അല്ലല്ലോ. അപ്പോൾ 2 ആഴ്ചയിൽ കൂടുതൽ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. മാങ്ങ ഒരു കുഴപ്പമില്ല, നമ്മൾ വിനാഗിരി മാത്രം ചേർത്തതാണ്, പുറത്ത് തന്നെ ഇരിക്കും, ഒരു കേടും കൂടാതെ കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച കാര്യങ്ങളൊക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുക കേട്ടോ. എൻ്റെ തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ എല്ലാം കൂടെ ആക്കി ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നതും എല്ലാം ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും എല്ലാം കാണുമ്പോൾ തന്നെയാണ് നമുക്ക് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ മനസ്സിലാവുക, നമുക്കും ഒരു മോട്ടിവേഷൻ ആവുക കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസും കൊണ്ടുവരാനും ഒക്കെ നമുക്കും തോന്നുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.